അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടി നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കുറച്ച് ഭാഗങ്ങൾ അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? മൈക്രോബയോളജിയും ബയോടെക്നോളജിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് സിലബസിൽ 4 പ്രധാന ഭാഗങ്ങളാണുള്ളത്: മൈക്രോബയോളജി, ബയോടെക്നോളജി, കെമിസ്ട്രി ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കെമിസ്ട്രിയിലും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസിലും എന്തൊക്കെ നമുക്ക് പഠിക്കണം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം. കെമിസ്ട്രിയിൽ നമുക്ക് 25 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 25 മാർക്കിന് നമ്മൾ എന്തൊക്കെ പഠിക്കണം? ആദ്യത്തെ 2 പാർട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, അതും കോർഡിനേഷൻ കെമിസ്ട്രി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നോക്കാനുണ്ട്, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നോക്കാനുണ്ട്, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, വേവ് ഫംഗ്ഷൻ, ട്രാൻസ്ലേഷൻ മോഷൻ, വൈബ്രേഷൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ഹൈഡ്രജൻ ആറ്റം, ഓക്കെ, ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് പഠിക്കണം, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ബേസിക് സെറ്റ്, STO, GTO, ഹൈബ്രിഡൈസേഷൻ, സ്പെക്ട്രോസ്കോപ്പിക് ടേംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് കോർഡിനേഷൻ കെമിസ്ട്രി. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിരുന്നു കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന്. എന്തൊക്കെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്? ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, ടേം സിംബൽസ്, ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് കോംപ്ലക്സസ്, ഓർഗൽ ഡയഗ്രാം, ടെനാബെ-സുഗാനോ ഡയഗ്രാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സസ്, മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. ഇത്രയാണ് നമുക്ക് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി സബ്ജക്റ്റുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു 4 മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് MSc ലെവൽ കെമിസ്ട്രി തന്നെ പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു എക്സാമിന് എത്ര സ്കോർ ചെയ്യേണ്ടി വരും? നമുക്ക് മിക്കപ്പോഴും ഒരു 75, 76, ആ ഒരു 80ക്ക് താഴെ ആയിരിക്കും മിക്കപ്പോഴും ഒരു ടോപ്പ് മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാവുന്ന അത്രയും നമുക്ക് പഠിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് നമുക്ക് വിട്ടാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ബാക്കി ഏരിയയിൽ നിന്ന് എന്ത് വന്നാലും നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സുകാരുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മൈക്രോബയോളജി പഠിച്ച കുട്ടികൾക്കും ബയോടെക്നോളജിക്കാർക്കൊക്കെ ചിലപ്പോൾ, അതുപോലെ തന്നെ ലൈഫ് സയൻസിലുള്ള ആളുകൾക്ക് ഈ ഒരു 4 മാർക്കിൻ്റെ ഏരിയ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് പഠിച്ചെടുക്കാനുള്ള നിങ്ങൾക്ക് സമയവും അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 ഏരിയ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അനലിറ്റിക്കൽ കെമിസ്ട്രി. അതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ളതാണ്. നമുക്കതിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ടൈട്രോമെട്രിക്, ഗ്രാവിമെട്രിക്, കളറിമെട്രിക് അനാലിസിസ്, പിന്നെ ടൈപ്പ് ഓഫ് എറർ, ആക്യുറസി ആൻഡ് പ്രിസിഷൻ, അതൊക്കെ വരാറുണ്ട് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്ക് എപ്പോഴും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഈ അനലൈറ്റിക്കൽ പാർട്സിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. UV, IR, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പിയൊക്കെ. ഓക്കെ, ഇനി സെപ്പറേഷൻ ടെക്നിക്സ്, അതിൽ ക്രൊമാറ്റോഗ്രഫി വരുന്നുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ അയൺസ് ആൻഡ് ഓർഗാനിക് സ്പീഷ്യസ് ഫ്രം അക്യൂസ് സൊല്യൂഷൻസ്. അപ്പോൾ ഏത് നമ്മൾ കോമ്പൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ അതിൻ്റെ സെപ്പറേഷൻ വേണ്ടത്, അതനുസരിച്ച് ആ എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ കുറച്ച് വേരിയേഷൻ വരും. അപ്പോൾ അതിന് നമുക്ക് ക്രൊമാറ്റോഗ്രഫിയുടെ മുമ്പ് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇനി ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്സ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? AAS, എക്സ്റേ ഫ്ലൂറസെൻസ് ആൻഡ് GC ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേറെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി. ഇത് നമുക്ക് ഈസിയാണ്. ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്, സീറ്റ പൊട്ടൻഷ്യൽ, മെത്തേഡ്സ് ഓഫ് മോളിക്കുലർ മാസ് ഡിറ്റർമിനേഷൻ, സർഫാക്റ്റൻ, മിസലെ ഫോർമേഷൻ, CMC, എമൾസിഫിക്കേഷനൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ അഡ്സോർപ്ഷനും വലിയ കുഴപ്പമൊന്നുമില്ല. ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അഡ്സോർപ്ഷൻ, ഐസോതെർംസ്, ഫ്രോഡ്-ലേക്ക്, ലാംഗ്മ്യൂർ, ബെറ്റ് ആൻഡ് ഗിബ്സ് അബ്സോർപ്ഷൻ ഐസോതെർംസ് ഒക്കെ പഠിക്കാനുണ്ട്. മെഷർമെൻറ്റ് ഓഫ് സർഫസ് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അഡ്സോർപ്ഷൻ ബിഹേവിയേഴ്സ് ഓഫ് പോറസ് മെറ്റീരിയൽസ്, തിയറി ഓഫ് സർഫസ് റിയാക്ഷൻ, മോളിക്കുലാർ സീവ്സ്, മൈക്രോപോർ അനാലിസിസ്, മോർഫോളജി ആൻഡ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സെം, ടെം, AFM, HR ടെം അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, HR ടെമ്മിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നീഡ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഗ്രീൻ സോൾവൻസ് ഏതൊക്കെയാണ്, അതായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ മൈക്രോവേവ് ആൻഡ് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷൻസ്, എൻസൈംസ് ആസ് കാറ്റലിസ്റ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ കെമിസ്ട്രി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്തത് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിൽ വരേണ്ട ആളുകളാണ് നമ്മുടെ കെമിസ്ട്രി പോർഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അല്ലേ, അതായത് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക് കുറച്ച് ഈസിയാണ്, കെമിസ്ട്രി കുറച്ചേ പഠിക്കാനുള്ളൂ. ഇവിടെ നമുക്ക് എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്സിനെ പറ്റി പഠിക്കണം. ഓക്സിജൻ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, ടോക്സിക് കെമിക്കൽസ് ഇൻ എൻവയോൺമെൻറ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ പഠിക്കണം. എയർ പൊല്യൂഷൻ, പലതരത്തിലുള്ള പൊള്യൂട്ടൻസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോട്ടോകോൾസ്, അതെല്ലാം നമ്മൾ നോക്കണം. എഫക്റ്റ് ഓഫ് ഹൈഡ്രോ കാർബൺ, സ്മോക്ക് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫർ, കാർബൺ ഓൺ ഹ്യൂമൻ ആൻഡ് പ്ലാന്റ് സിസ്റ്റം, കൺട്രോൾ മെത്തേഡ്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഇനി അതുപോലെ തന്നെ നമുക്ക് സോയിൽ പൊല്യൂഷൻ, എന്താണ് സോയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. സോയിൽ ഫോർമേഷൻ, സോയിൽ അസിഡിഫിക്കേഷൻ, ലൈമിംഗ് ഓഫ് സോയിൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റ്, ലാൻഡ് ഫിൽ, കൺട്രോൾ ഓഫ് സോയിൽ പൊല്യൂഷനൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ, സോഴ്സസ്, യൂട്രോഫിക്കേഷൻ എന്താണ്, DO എന്താണ്, BOD എന്താണ്, COD എന്താണ്, വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആൻഡ് ദെയർ ഡിറ്റർമിനേഷൻ, സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിമൂവൽ ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റർ ഫ്രം വാട്ടർ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് അത്യാവശ്യമാണ്, അത് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ തെർമൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, അതിൻ്റെ സോഴ്സസ്, കൺട്രോൾ ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആൻഡ് തെർമൽ പൊല്യൂഷനൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ എഫക്റ്റ് എന്തൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ്റെ എഫക്റ്റ്, ബയോളജിക്കൽ എഫക്റ്റ് ഓഫ് റേഡിയേഷൻ, പിന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നോയിസ് പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെമിക്കൽ ടോക്സിക്കോളജി, ഏതൊക്കെ നമ്മുടെ കെമിക്കൽസ് ആണുള്ളത്, പൊള്യൂട്ടൻസ് ആണുള്ളത്, അതെല്ലാം നമ്മൾ പഠിക്കണം. ടോക്സിക് കെമിക്കൽസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ഓരോന്നിൻ്റെയും എഫക്റ്റ് ഓഫ് ഓരോന്നിൻ്റെയും പ്രശ്നങ്ങൾ, എഫക്റ്റ് ഓഫ് ടോക്സിക് കെമിക്കൽസ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദെയർ ബയോകെമിക്കൽ എഫക്റ്റ്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഇത്രയാണ് കെമിസ്ട്രി വരുന്നത്. അപ്പോൾ കെമിസ്ട്രി നിങ്ങൾ നോക്കിയേ, കെമിസ്ട്രിയിൽ നമുക്ക് ഏകദേശം 10 മാർക്ക് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ തന്നെയാണ് വരുന്നത്, കണ്ടോ. ബാക്കി ഒരു 15 മാർക്ക് മാത്രമേ നമുക്ക് ഏതിൽ നിന്ന് വരുന്നുള്ളൂ, കെമിസ്ട്രി കോർ എന്ന് പറയാം. അതിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നതും എന്താണ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി തന്നെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് പറയാം അഡ്സോർപ്ഷൻ, അതുപോലെ തന്നെ കൊളോയിഡ്സ്, അങ്ങനെ അനലിറ്റിക്കൽ കെമിസ്ട്രി, പിന്നെ കുറച്ച് കോറായിട്ടുള്ള ഏരിയ മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കെമിസ്ട്രിക്ക് 25 മാർക്കാണെങ്കിലും 15 മാർക്കാണ് പ്യുവർ കെമിസ്ട്രി വരുന്നത്, ബാക്കി 10 മാർക്കും എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയാണ്. ഓക്കെ, അത് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ 15 മാർക്കിൽ തന്നെ നമുക്കിവിടെ ഒരു 4 മാർക്കിൻ്റെ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതുള്ളൂ. അതായത് ലൈഫ് സയൻസുകാർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഓക്കെ, പക്ഷേ കെമിസ്ട്രി കുട്ടികളുടെ കാര്യം ഓർത്തേ, അവർ ബാക്കി മൈക്രോബയോളജിയൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അതായത് അവർക്ക് മൈക്രോബയോളജി പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി എന്തുകൊണ്ട് പഠിച്ചുകൂടാ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വിചാരിക്കുക. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് മാക്സിമം പഠിച്ച് നേടിയെടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, പഠിക്കാൻ ഒരു മനസ്സുണ്ടാവണം, പിന്നെ കറക്റ്റായിട്ടുള്ള പഠിപ്പിച്ച് തരാനുള്ള ആളുകളും വേണം അല്ലേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈപ്രോയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ASൻ്റെയും അതുപോലെ തന്നെ JSAയുടെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എൻവയോൺമെൻറ്റൽ സയൻസ്, ലൈഫ് സയൻസ് നോക്കാം. ഓക്കെ, അതായത് എൻവയോൺമെൻറ്റ് സയൻസ് ആണ് ഇവിടെ വരുന്നത്, ലൈഫ് സയൻസ് എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ തന്നെയാണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മോഡ്യൂൾ 1 വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, സ്റ്റോഷിയോമെട്രി, ഗിബ്സ് എനർജി, കെമിക്കൽ പൊട്ടൻഷ്യൽ, കെമിക്കൽ കൈനറ്റിക്സ്, കുറച്ച് കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയ, സൊലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ, കാർബണേറ്റ് സിസ്റ്റം, അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, റേഡിയോ ഐസോട്ടോപ്സ്, ഡിസോസിയേഷൻ ഓഫ് വാട്ടർ, അയനിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ നമ്മുടെ കൺസെപ്റ്റ് ഓഫ് pH ആൻഡ് POH,
അതുപോലെ തന്നെ നമ്മുടെ pH, റിഡോക്സ് പൊട്ടൻഷ്യൽ, ടൈപ്പ് ഓഫ് ആസിഡ്, ബേസസ്, ബഫേഴ്സ്, ഇലക്ട്രോലൈറ്റ്, പിന്നെ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, pKa വാല്യൂ, ബഫേഴ്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഹെൻഡേഴ്സൺ ആൻഡ് ഹെസൽബാക്ക് ഇക്വേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മോളിക്കുലർ ഇൻട്രാക്ഷൻസ് ഉണ്ട്, നോൺ കൊവാലൻ്റ് ഇൻട്രാക്ഷൻസ് ആൻഡ് കൊവാലൻ്റ് ഇൻട്രാക്ഷൻസ് വിത്ത് എക്സാമ്പിൾസ്. പിന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന നോർമാലിറ്റി, മൊളാലിറ്റി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പെർസെൻറ്റേജ് സൊല്യൂഷൻസ്, മോൾ ഫ്രാക്ഷൻസ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സിമ്പിൾ ന്യൂമറിക്കൽ വാല്യൂസ് ഫ്രം ദ എബോ, അതിൽ നിന്നുള്ള കാൽക്കുലേഷനൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് പഠിക്കാനുണ്ട്, മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ അക്രോസ് വേരിയസ് ഇൻ്റർഫേസസ് പഠിക്കാനുണ്ട്, മെറ്റീരിയൽ ബാലൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, അതൊക്കെ ഈസിയാണ്. സെഡിമെൻറ്റേഷൻ, coagulation, flocculation, filtration, influence of ionization and molecular size on osmotic pressure, isotonic, hypertonic and hypotonic solutions, അതിൻ്റെ definition, examples, സൊല്യൂഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ട്രൂ സൊല്യൂഷൻ എന്താണ്, കൊളോയിഡൽ സൊല്യൂഷൻ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ കോഡ് സസ്പെൻഷൻ ഒക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കണം. പിന്നെ ലയോഫിലിക്, ലയോഫോബിക് ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ കൊളോയിഡ്സിൻ്റെ ചാർജ് ഉണ്ടല്ലോ, അതനുസരിച്ചാണ് നമ്മൾ സെപ്പറേഷനൊക്കെ വരുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കണം. ടിൻഡാൽ എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എമൾഷൻ ആൻഡ് എമൾസിഫയിങ് ഏജൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐസോമെറിസം, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് മോഡ്യൂളിൽ. ഇനി സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബയോകെമിസ്ട്രി ആണ് വരുന്നത്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ന്യൂക്ലിയോടൈഡ് ക്ലാസിഫിക്കേഷൻ, ബേസിക് സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പഠിക്കണം. എൻസൈംസിനെ പറ്റി പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ കാർബോഹൈഡ്രേറ്റും അമിനോ ആസിഡും പ്രോട്ടീൻസ് ഒക്കെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അത് നമ്മൾ പഠിക്കണം. ഡീനേച്ചർ ഓഫ് പ്രോട്ടീൻസും DNA പഠിക്കണം. പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് പഠിക്കണം. പോളിമേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, കെമിസ്ട്രി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പോളിമേഴ്സ് പഠിക്കാനുണ്ട്, അതായത് നാച്ചുറൽ പോളിമേഴ്സ് പഠിക്കാനുണ്ട്, സെമി സിന്തറ്റിക് പഠിക്കാനുണ്ട്, സിന്തറ്റിക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് ഫോർ അഡീഷൻ പോളിമേഴ്സ്, കണ്ടൻസേഷൻ പോളിമേഴ്സ്, ഇലാസ്റ്റോമേഴ്സ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്, തെർമോസെറ്റിക് പോളിമേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് റബ്ബർ, ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്, ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ PHB ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡീടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിക് കെമിക്കൽസ് ഇൻ അവർ ബോഡി പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോകെമിക്കൽ എഫക്റ്റ് ഓഫ് ഹെവി മെറ്റൽസ് ഓൺ ഹ്യൂമൻ ബോഡി, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് കെമിസ്ട്രിയിലും വരുന്നുണ്ട് അല്ലേ, ബയോകെമിക്കൽ എഫക്റ്റ് ഓഫ് ഹെവി മെറ്റൽസ് ഓൺ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇനി മോഡ്യൂൾ 5 എന്ന് പറയുന്നത് കോമൺ മൈക്രോബ്സ് ഇൻ സോയിൽ, വാട്ടർ ആൻഡ് എയർ. അതെപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, വന്നിട്ടുമുണ്ട്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് മൈക്രോബിയൽ കൺട്രോൾ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ദെയർ മെക്കാനിസം ഓഫ് ആക്ഷൻ. പിന്നെ കുറച്ച് മൈക്രോബയോളജി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ മീഡിയ ഒക്കെ പഠിക്കാനുണ്ട്. ഡിഫറൻഷ്യൽ ആൻഡ് സെലക്റ്റീവ് മീഡിയ, ഇനോക്കുലേഷൻ ടെക്നിക്, നമ്മുടെ ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ, മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് വാട്ടർ പ്യൂരിറ്റി, ഇൻഡിക്കേറ്റർ ഓർഗാനിസം, അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി ആൻഡ് ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബയോഫിലിംസ് എന്താണെന്നൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഡിസീസ് പഠിക്കാനുണ്ട്. മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ഇൻ സോയിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജിയോ കെമിക്കൽ റോൾ ഓഫ് സോയിൽ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സോഴ്സ് ഓഫ് എയർബോൺ ഓർഗാനിസംസ്, അതായത് നമ്മൾ ഡിസീസിൽ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് എന്താണ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്താണ്, ഫുഡ് ബോൺ മൈക്രോബിയൽ ഡിസീസ് പഠിക്കാനുണ്ട്. അതായത് ഫുഡ് മൈക്രോബയോളജി കുറച്ച് വരുന്നുണ്ട്, എന്നാലും ക്വസ്റ്റ്യൻസ് വരും. കുറച്ചേ വരുന്നെങ്കിലും നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പോയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ കുറച്ചധികം പഠിച്ചാലേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോൾ PSC കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം ആണെങ്കിലും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അതായത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിയണം. ഓക്കെ, നമുക്ക് പഠിച്ചു കഴിഞ്ഞ ശേഷം നന്നായിട്ട് റിവിഷനുള്ള സമയം വേണം, നമുക്ക് ചിന്തിക്കാനുള്ള സമയം വേണം. ഓക്കെ, എന്നാൽ മാത്രമേ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.
അപ്പോൾ നമുക്ക് ഫുഡ് മൈക്രോബയോളജി പഠിക്കാനുണ്ട്, ഫുഡ് അഡൾട്രൻസ് പഠിക്കാനുണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് പഠിക്കാനുണ്ട്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, കോമൺ മൈക്രോബിയൽ ടോക്സിൻസും ഫംഗൽ ടോക്സിൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിൽ അല്ലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോടെക്നോളജി, പേപ്പർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ എങ്ങനെ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാം. പിന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, റോൾ ഓഫ് കമ്പോസ്റ്റിംഗ്, വെർമി കമ്പോസ്റ്റിംഗ് അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്, സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ആൻഡ് ഇറ്റ് മാനേജ്മെൻറ്റ്, ഇൻസിനറേഷൻ ഓഫ് സോളിഡ് വേസ്റ്റ്, ഇ വേസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷനും എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്പോസൽ, പിന്നെ ഫ്ലൈ ആഷ് അതിൻ്റെ സോഴ്സ്, പിന്നെ നമുക്ക് കുറച്ച് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, മിനമാത്ത ഡിസാസ്റ്റർ, ലവ് കനാൽ ഡിസാസ്റ്റർ, ഭോപ്പാൽ ഗ്യാസ് ഡിസാസ്റ്റർ, ചെർണോബൈൽ ഡിസാസ്റ്റർ, ഫുക്കുഷിമ ന്യൂക്ലിയർ ഡിസാസ്റ്റർ, പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ ഈ മെറ്റൽസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോക്സിസിറ്റി ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡിസീസ്, ഫ്ലൂറോസിസ്, ആർസിനിക്കോസിസ്, പിന്നെ കുറച്ച് വേറെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി മോഡ്യൂൾ 4 എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എക്കോളജി പഠിക്കാനുണ്ട്. എക്കോട്ടോൺ എന്താണ്, എഡ്ജ് എഫക്റ്റ് എന്താണ്, എക്കോളജിക്കൽ ഹാബിറ്റാറ്റ് നിഷ് അതൊക്കെ പഠിക്കാനുണ്ട്. എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. കമ്പോസിഷൻ ഓഫ് എയർ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ്, അയൺസ്, റാഡിക്കലൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, തെർമോ കെമിക്കൽ ആൻഡ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ അറ്റ്മോസ്ഫിയർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ, ഓസോൺ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, അത് നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോക്ക്, പാർട്ടിക്കുലേറ്റ് എയർ പൊള്യൂട്ടൻ, സ്മോക്ക്, ഡസ്റ്റ്, മിസ്റ്റ്, ഫ്യൂംസ് ആൻഡ് ദെയർ സോഴ്സസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ക്ലാസിക്കൽ ആൻഡ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്, അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ആസിഡ് റെയിൻ, ഓസോൺ ഹോളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിൽ അവർ സിലബസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻവയോൺമെൻറ്റ് സയൻസിൽ അവരിങ്ങനെ ചവറ് പോലെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പുറത്ത് നമുക്ക് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതായിരുന്നു. ഇവിടെ ഇപ്പുറത്തതും അപ്പുറത്തതും എന്തോ ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു സിലബസാണ് വന്നേക്കുന്നത്. പക്ഷേ അത് നമുക്ക് നീറ്റായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്കല്ലേ ഇത് ഇപ്പോൾ പറയുന്നത് അടുത്തത് നമ്മൾ വലിയ ബന്ധം ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, ചിലതൊക്കെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പഠിക്കാനുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് പഠിക്കാനുണ്ട്, ആസിഡ് റെയിൻ, ഓസോൺ ഹോൾ, ഇതൊക്കെ നിങ്ങൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അപ്പുറത്തെ മോഡ്യൂളിലുള്ളത് ഇപ്പുറത്തെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, കെമിസ്ട്രിയിൽ പറയുന്നത് എൻവയോൺമെൻറ്റ് സയൻസിൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോയിൽ, എയർ, വാട്ടർ ഒക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അത് എല്ലാത്തിലും വരുന്നുണ്ട്. ഓക്കെ, അസസ്മെൻറ്റ് ഓഫ് എയർ ക്വാളിറ്റി, എയർ സാനിറ്റേഷൻ, എയർബോൺ മൈക്രോബിയൽ ഡിസീസ്, അത് പിന്നീടും വന്നു. കണ്ടോ, എയർബോൺ ഡിസീസൊക്കെ പിന്നെയും വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വാട്ടർ ബോൺ ഡിസീസ് ഏതൊക്കെയാണ്, എയർബോൺ ഏതൊക്കെയാണ്, ഫുഡ് ബോൺ ഏതൊക്കെയാണ്, അതെല്ലാം തന്നെ നമുക്ക് പഠിക്കണം. പിന്നെ വാട്ടർ പൊല്യൂഷനിൽ ഏതൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അത് പഠിക്കണം. പിന്നെ അതിൽ വാട്ടറിൽ എന്തൊക്കെ കെമിക്കൽസ് വരുന്നുണ്ട് പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ളത്, അതെങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണം, അത് നമുക്ക് പഠിക്കാനുണ്ട്. യൂട്രോഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ബയോ സെൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോയിൽ പൊല്യൂഷൻ, പെസ്റ്റിസൈഡ്സ് ആൻഡ് ടൈപ്പ്, ഹെർബിസൈഡ്സ് ആൻഡ് ടൈപ്പ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതായത് പൊള്യൂട്ടൻ്റ് പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാം തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ ബയോഡീഗ്രഡേഷൻ ഓഫ് ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ്സ്, ഏതൊക്കെ മൈക്രോബ്സ് അതിൽ വരുന്നുണ്ട്, ബയോ ഇൻസെക്ടിസൈഡ് എന്താണ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ലെവൽ ഓഫ് പൊല്യൂഷൻ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ COD ഒക്കെ, സസ്പെൻഡഡ് സോളിഡ് എന്താണ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അമോണിയാക്കൽ നൈട്രജൻ കണ്ടൻറ്റ്, പിന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ, നോയിസ് പൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോയിസ് സ്റ്റാൻഡേർഡ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ IUCN, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം,
ഡയഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. എൻവയോൺമെൻറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, ഇതിൽ സിലബസിലുള്ളതും പിന്നെ ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി മോഡ്യൂൾ 5 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മൈക്രോബയോളജി വരുന്നുണ്ട്, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പ് വരുന്നുണ്ട്, കളറിമീറ്റർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ക്രൊമാറ്റോഗ്രഫി വരുന്നുണ്ട്, ഇലക്ട്രോഫോറസിസ് വരുന്നുണ്ട്, അതായത് നമ്മുടെ ബേസിക് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, ബ്ലോട്ടിംഗ് ടെക്നിക്, PCR, പിന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പി, പിന്നെ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി മെഷർമെൻറ്റ് വരുന്നുണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി എന്താണ് അത് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബയോടെക്നോളജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് എങ്ങനെ അല്ലേ ഇമ്പോർട്ടൻസ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബയോ റെമഡിയേഷൻ, പിന്നെ ബയോസോപ്ഷൻ അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ടു കൺട്രോൾ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എഴുതിയേക്കണം നോക്കിക്കൊള്ളണം, നമുക്ക് ഈ ഒരു സിലബസിൽ നിന്ന് അല്ലാത്തതും വരും അല്ലേ. അതുപോലെ തന്നെ ഈ സിലബസിൽ പറഞ്ഞേക്കുന്നത് എല്ലാം വരണമെന്നുമില്ല, അതായത് നമുക്ക് എത്രയാണ് ഒരു 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലേ, നമുക്കൊരു 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അപ്പോൾ നമ്മൾ ഫുള്ള് പഠിക്കണം. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടാലും കുഴപ്പമില്ല, അതായത് നമുക്കൊരു 2 മാർക്കോ 4 മാർക്കിൻ്റെയോ ഒക്കെ ടോപ്പിക്ക് വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ബാക്കി ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിന് എത്രത്തോളം ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, മിക്ക സ്റ്റുഡൻസും എന്താ ചെയ്യുന്നത്, അവർ സിലബസ് ഫുൾ അങ്ങ് പഠിക്കും, എന്നാൽ അതായത് സിലബസ് ഫുൾ അങ്ങ് പഠിക്കും അല്ലേ, അതായത് ഫുള്ള് എന്തെങ്കിലും ഒരു ഏരിയ വിട്ടാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന സ്റ്റുഡൻസാണ് കൂടുതൽ. പക്ഷേ അവർ ഡീപ്പായിട്ട് പഠിക്കില്ല, അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചു തീർക്കണം. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യണ സമയം കഴിഞ്ഞ ശേഷം നമുക്കൊരു 2.5 മാസം പഠിക്കാനുണ്ടാവും, അതിന് മുമ്പ് തന്നെ പഠിക്കണം. നമുക്ക് എങ്ങനെ വന്നാലും ഒരു 2-3 മാസമൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യാനും അത് പഠിച്ചതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചെടുക്കണ്ടേ, പഠിച്ചതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്യണം. ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റണം, അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പഠിച്ച് കഴിയണം. ഓക്കെ, നേരത്തെ പഠിച്ച് കഴിയണമെങ്കിൽ നേരത്തെ പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ സൈപ്രോയുടെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്പർ 9048900024 കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ PSC നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്, 40 ആക്കിയിട്ടുണ്ട് അല്ലേ, ജനറൽ കാറ്റഗറിക്ക് 40 ആക്കിയിട്ടുണ്ട്, പിന്നെ OBC കാറ്റഗറി 43, പിന്നെ SC/ST 45 ആക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയി ഇനി ചാൻസ് ഇല്ല എന്നിരിക്കുന്നവർക്ക് ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, താങ്ക് യു.